Hi angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to the vlog part 2. ഓക്കെ, നാട്ടിലുള്ള വ്ളോഗ് പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് ഡേ 3 നമ്മുടെ നാട്ടിൽ. ആൻഡ് ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കല്യാണത്തിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എന്താണ് കല്യാണം, എവിടെയാണ് കല്യാണം എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് പറയാം, ബിക്കോസ് ഇപ്പോൾ റെഡി ആവാൻ വേണ്ടി സമയം കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് ഇറങ്ങണം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എല്ലാം സാധനങ്ങളും പെട്ടിയെല്ലാം അധികം നമ്മൾ അൺപാക്ക് ചെയ്തിട്ടുണ്ടെന്നില്ല, ഒരു ദിവസത്തേക്കെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി സിപ്പ് ചെയ്ത് വെക്കണം. വേറെ ഒന്നുമില്ല. കുറച്ച് തേങ്ങ ഉണ്ടാകും. നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ നിന്നാണ് തേങ്ങ കൊണ്ടുപോകാറ്. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തിട്ടാണ് ന്യൂസ് പേപ്പർ, പിന്നെ എന്തുട്ടോ അങ്ങനെ 1-2 സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതല്ലാണ്ട് ബാക്കി എല്ലാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കാറിൽ കിരൺ വണ്ടിയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാബ താഴത്ത് അമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുളിപ്പിക്കലും അങ്ങനെ റെഡിയാക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ മകളിലേക്ക് ഒന്ന് റെഡി ആവാൻ വേണ്ടിയാണ് കേട്ടോ. ആൻഡ് കിരൺ ഇപ്പോൾ വന്നിട്ടുണ്ട് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു 11 o'clock ഉള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. ബിക്കോസ് നമ്മുടെ കല്യാണം ഉള്ളത് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. ഓഫീസിൽ നമ്മൾ കല്യാണത്തിനാണ് വന്നത്. അപ്പം ദൂരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ നിന്നിട്ട് ഒരു ദിവസം വീട്ടിൽ നിന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് നമുക്ക് കല്യാണത്തിന് തലേന്ന് നാളെ കല്യാണമാണ്. അപ്പോൾ നമുക്ക് വേഗം റെഡി ആവാം. വണ്ടിയിൽ കയറിയതിന് ശേഷം ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. യെസ് കുട്ടികളെ, ഞാനപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ടോപ്പ്, ഒരു സ്പെഗറ്റി ടോപ്പ്, ഇത് പണ്ട് നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2020 ആണോ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഈ സാധനം സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നമ്മൾ ആ സമയത്ത് ലോക്ക്ഡൌൺ സമയത്ത് പുറത്ത് പോകുന്നില്ല, ആകെ വീഡിയോസിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു സ്പെഗറ്റി ടോപ്പിൻ്റെ കൂടെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. വേറെ ടോപ്പൊക്കെ എടുത്തിട്ടാണ് വന്നത്, പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഇത് ഇടാൻ വേണ്ടി തോന്നി. എനിക്ക് എന്തോ ഈ വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിരൺ മാത്രം അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷർട്ട്. ബിക്കോസ് കിരൺ അയൺ ചെയ്യാൻ മറന്നു പോയി. ആക്ച്വലി ഇവിടെ വന്നിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. തേക്കണ ഒരു ചേട്ടനുണ്ട് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത്, പക്ഷേ നമ്മൾ ഓട്ടത്തിൻ്റെ ഇടയിൽ വിട്ടുപോയി. അപ്പോൾ കഷ്ടപ്പെട്ട് തേച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, അവിടെ സൽമാൻ ഖാനെ പോലെ സ്റ്റീൽ ബോഡിയൊക്കെ കാണിച്ച് നിൽക്കുകയാണ്. അല്ലേ കണ്ണു? ഞാൻ കാണിക്കണില്ലെന്ന് പറയാണ്, സൽമാൻ ഖാനെ പോലെ സ്റ്റീൽ ബോഡി കാണിച്ച് നിൽക്കുകയെന്ന്. അപ്പോൾ അതുകൊണ്ട് അവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഈ പെട്ടി പൂട്ടണം, മുഷിഞ്ഞ് 2 ഡ്രസ്സ് എടുക്കാനുണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കന്നപ്പം റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ വി ആർ റെഡി ടു ഗോ. കുഞ്ഞിമ പോവാം, ടാറ്റ പോവാം. ആ അച്ഛമ്മക്ക് ടാറ്റ കൊടുത്തതാ. ഓ അമ്മ പോയിട്ട് വരട്ടെ, മമ്മീൻ്റെ കൂടെ. ബൈ until next time. അച്ഛമ്മക്ക് ടാറ്റ കൊടുത്തതാ. ഹലോ, നമ്മളുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് 1 hour കഴിഞ്ഞു. വാവ നല്ല ഉറക്കാണ് കേട്ടോ. വാവയുടെ ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ ചിത്ത ഫിലിമിലെ പാട്ട് ഉനക്കത്താൻ, അത് 2-3 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും ആള് ഹാപ്പിയാവും. ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അത് കേട്ടാണ് പറഞ്ഞത് തന്നെ. അതും കേട്ട് ആള് കിടന്നുറങ്ങിക്കോളും. അപ്പൊ ഇച്ചിരി ഉറക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ക്രാങ്കി ആണെങ്കിൽ ആ പാട്ട് ഇട്ടുകൊടുത്താൽ മതി. അവളുടെ ഓരോ വികൃതികൾ വെച്ചിട്ട് ഞാൻ ഈ പാട്ട് റീലായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ വിചാരം അവളെ പറ്റിയുള്ള പാട്ടാന്ന് ചോദിച്ചിട്ട് അവള് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് അവളുടെ പാട്ടാന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ആ പാട്ട് ഇട്ട് കൊടുത്ത് അവള് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെ അവള് ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ നമ്മളിപ്പോ എവിടെയാണ്, നമ്മള് എന്ത് സ്ഥലമായിരുന്നു ഇപ്പൊ നമ്മൾ വായിച്ചത്? തുറവൂരെത്തി. 1-1.25 കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കല്യാണത്തിന്റെ സ്ഥലത്തേക്ക് പോവാണ്. സോ നമ്മൾ കല്യാണത്തിന് പോകുന്നത് ഇങ്ങോട്ടേക്കാ, കൊട്ടാരക്കരയ്ക്കാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന്റെ സമയത്ത് ലോലിപോപ്സ് ബുട്ടീക്കായിട്ട് കൊളാബറേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലോലിപോപ്പ് ബുട്ടീക്കിന്റെ ഓണർ ആയിട്ടുള്ള നമ്മുടെ ശ്രുതിന്റെ സിസ്റ്റർ-ഇൻ-ലോന്റെ കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത്. അതായത് ശ്രുതിന്റെ ഹസ്ബൻഡ് ഉണ്ട് ജെവിആറിന്റെ ഏതിരെ കല്യാണമാണ് കേട്ടോ. അപ്പൊ നമ്മൾ അന്നത്തെ കൊളാബറേഷന് ശേഷം നമ്മൾ ഭയങ്കര കമ്പനിയാണ്. ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. എപ്പോഴും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാറില്ല, ബിക്കോസ് പുള്ളിക്കാരത്തി തിരക്കാണ്, നല്ല ബിസിയാണ്. നമ്മളും തിരക്കാണ്. പക്ഷെ പുള്ളിക്കകത്ത് തിരക്ക് കയറുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്തത്. പുള്ളിക്കകത്ത് ട്രാവലിങ്ങും അങ്ങനെ ആയിട്ട് നല്ല ബിസിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ടെക്സ്റ്റ് ചെയ്യും, നല്ല എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കല്യാണത്തിന് വിളിച്ചു. അപ്പൊ ഞങ്ങള് സിസ്റ്റർ-ഇൻ-ലോന്റെ കല്യാണത്തിനാണ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കേട്ടോ നമ്മള്
അല്ലേട്ടാ? അതെ. അപ്പൊ അങ്ങനെ ഇന്ന് ആക്ച്വലി മധുരംകളനാണ് വൈകുന്നേരം 6 മണിക്ക്. അപ്പൊ നമുക്ക് അവിടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊട്ടാരക്കരയ്ക്കാണ് ആദ്യം പോണത്. അല്ല, നമ്മൾ അല്ലെങ്കിൽ കൊട്ടാരക്കരയ്ക്കാണ് പോകുന്നത്. അതിനുശേഷം ഇന്ന് നമുക്ക് മധുരംകളനുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് അവിടെ നമ്മൾ മധുരയ്ക്ക് പോകും കേട്ടോ. മധുരയ്ക്ക് പോകാൻ വേണ്ടി അല്ലട്ടാ. അപ്പൊ ഏട്ടൻ കൊണ്ടുവന്ന പ്ലാനാണ്. ബിക്കോസ് ആ വഴി നമ്മൾ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ മധുര വഴിയാണ് പോകുന്നത്. അപ്പൊ ഏട്ടൻ പറഞ്ഞ എന്തായാലും നമ്മൾ ആ വഴിക്ക് പോണ സ്ഥിതിക്ക് നമുക്ക് മധുരയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് കല്യാണം പിന്നെ മധുര അമ്പലത്തിൽ ദർശനം കൂടിയാണ് നമ്മളുടെ ഇന്നത്തെ നാളത്തെ മറ്റന്നാളത്തെ 3 ദിവസത്തെ പ്ലാൻ. അപ്പൊ ഇപ്പൊ നമ്മള് എനിക്കൊന്ന് 6 മണിക്കല്ലേ നമ്മളുടെ മധുരങ്ങളിൽ നമ്മളത് സ്റ്റേ ചെയ്യണം. ഇതെടുത്തുനിന്ന് ഒരു 15 മിനിറ്റ്സ് ഉള്ളൂ എന്നാ പറഞ്ഞത്. വീട്ടിലാണ് മധുരങ്ങളിൽ പ്രോഗ്രാം വെച്ചേക്കണത്. അപ്പൊ നമ്മളൊരു 4 മണിക്കൊക്കെ എത്തുമായിരിക്കും ഏട്ടാ. ഇത്ര വൈകുമോ അറിയില്ല. ഭയങ്കര ട്രാഫിക്കും ഈ ഹൈവേയിലേക്ക് നമ്മളുടെ ഈ എന്നിട്ട് വഴിയിലൊക്കെ ഇങ്ങനെ ഓവർ ബ്രിഡ്ജിന്റെ പണികളും റോഡ് വർക്കാണ് മുഴുവനും. അപ്പൊ അതുകൊണ്ട് എത്ര നേരം എടുക്കുന്ന അറിയില്ല. എന്തായാലും നമുക്ക് ചെന്നിട്ട് റെഡി ആയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പോ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തോ വെയില് കുറച്ച് കുറവുണ്ടല്ലേ? പക്ഷെ എന്നാലും ഭയങ്കര ചൂട്. ഞാൻ പറയാം, നമ്മൾ ഈ ചൂടത്ത് വേണം നമുക്ക് പോവാൻ കല്യാണത്തിന് പരിപാടിക്കും. ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പൊ നമുക്ക് കൊട്ടാരക്കരയ്ക്ക് പോവാം. ആണോ, എല്ലായിടത്തും ഡൈവേർഷൻസും റോഡ് പണിയും റോഡ് ബ്ലോക്കും ആണ് മൊത്തം. അയ്യോ, നമ്മള് ചന്ദ്രൂര് കയറിയിട്ട് ഇതേ ഇവിടെ വരെ ഇത് തന്നെ ഇരുന്ന അവസ്ഥ. ഇപ്പോഴാണ് ഒന്ന് കുറഞ്ഞേക്കണം. അപ്പോഴും റോഡ് ഡൈവേർഷൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടും ഭയങ്കര പണിയാണ് ഇവിടെ. ഹലോ, നമ്മളങ്ങനെ 1 മണിക്കൂറത്തെ അന്വേഷണത്തിന് ശേഷം നമ്മള് ഹോട്ടൽ കണ്ടുപിടിച്ചേക്കാണ്. ഈ വഴിയിലൊക്കെ ഭയങ്കര ഹോട്ടൽസ് കുറവാണ്. മേ ബി റോഡൊക്കെ വൈഡൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വൈഡൻ ചെയ്യണത് കൊണ്ട് കുറെ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു കളയുമല്ലോ. അത് ഇനി ഇല്ലാത്തതൊന്നും അറിയില്ല. എന്തായാലും ഒരു കണക്കിന് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു കുട്ടനാടൻ പാലസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാം. ഇവര് കയറുവാണ് ഇവിടെ. നമ്മള് ഫിഷ് കറി മീൽസും ചെമ്മീൻ റോസ്റ്റും പറഞ്ഞേക്കണം കേട്ടോ. മീൽസ് വന്നോണ്ടിരിക്കുകയാണ്. പപ്പടം കഴിക്കാനോ? ഓക്കെ. ഏട്ടൻ ഇത്തിരി ബിസിയാണ് വർക്കിൽ. യാ, സൂപ്പറാണോ? പപ്പടം ഇഷ്ടമായോ? നമ്മളിപ്പോ കുട്ടനാടൻ പാലസിൽ നിന്ന് നല്ല ഊണും ഒക്കെ കഴിച്ച് ചെമ്മീൻ റോസ്റ്റും ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നന്നായിരുന്നു അല്ലേട്ടാ. നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഊണായിരുന്നു. നമ്മൾ തപ്പി എന്റെ ദൈവമേ എന്തോരം നോക്കി തരാം. കുറെ ദൂരമൊന്നും റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഇങ്ങോട്ട് കയറി, ഇത് കറുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഇങ്ങോട്ട് കയറിയതും നമ്മൾ വേഗം തന്നെ എന്നിട്ട് പറയാ പെട്ടെന്ന് തന്നെ നിർത്തി. ഇനിയിപ്പോ വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കണം. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഇതായിരുന്നു. വാവ കഴിച്ചു. വാവ അതിന്റെ ഉറക്കമൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു. വാവ കഴിച്ചു. വാവ ഇനിയിപ്പോ ഇവിടെ ഡോളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇനി എത്ര മണിക്കൂറാ? 1 മണിക്കൂറും 40 മിനിറ്റുമാണ് ഇനി കാണിക്കുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. ഹലോ, ഞങ്ങള് പറഞ്ഞോ അവിടെ ചാച്ചനും കേട്ടോ. അങ്ങനെ ഞങ്ങള് 5 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മള് കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ്. ആ പാട്ട് കാണാം. 5 മണിക്കൂറിന് ശേഷം നമ്മളെത്തി. ഇവിടെ നമ്മളെത്തി. ഹോട്ടലിൽ നമ്മളെത്തി. ചെക്ക് ഇൻ ചെയ്തു. ഇപ്പൊ 4:30 ആയിട്ടാണ്. ബേബി ഹോട്ടലിൽ ചാറ്റപ്പോയി. ഓക്കെ, ബേബി വന്നതും അവിടെ പൊതച്ച് കയറി കിടന്നു കഴിഞ്ഞു അതിനുള്ളില്. അല്ലേ ബേബി? നമ്മൾ ഹൈലൻഡ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിലാണ് നമുക്ക് അക്കോമഡേഷൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നു. നല്ല റൂമാണ്. എല്ലാം അടിപൊളിയാണ്. ശരിടാ. ഓ ശരി. അപ്പൊ വന്ന് കയറി ഞങ്ങള് ചെക്ക് ഇൻ ചെയ്തു. റൂമിൽ വന്നോളൂ കേട്ടോ. അപ്പൊ നല്ല ടയർഡായി. 5 മണിക്കൂറല്ലേ. 5 മണിക്കൂറത്തെ ട്രാവൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്കാണല്ലോ എന്തൊക്കെയാണെങ്കിലും. അപ്പൊ എന്തായാലും നമ്മളിവിടെ വന്നു, ചെക്ക് ഇൻ ചെയ്തു, റൂമിൽ വന്നു, കിരൺ വാഷ്റൂമിൽ കയറി. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് റെഡി ആവാൻ. ബിക്കോസ് 6 മണിക്കാണ് നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 6 മണിക്ക് ഉള്ളിൽ നമ്മൾ റെഡി ആകണം. അതാണ് നമ്മളുടെ ടാസ്ക്. എനിക്ക് പ്രത്യേകിച്ച് കടന്നു കൊടുക്കുമാറേ കഴിയുന്നത് ഇരുത്തേയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് സെറ്റപ്പ്. ഇവിടെ നോക്കേ ബേബി വന്ന് പൊളച്ചിരിക്കണോ ചേട്ടാ? ഹലോ, കുറെ നേരങ്ങൾക്ക് ശേഷം അമ്മ കാണിച്ചു തരാം.
നമ്മൾ റെഡിയായി. ഞങ്ങള് 3 പേരും ഓൾമോസ്റ്റ് റെഡി ആയി. ഹായ് പറയൂ. എന്തിനാ അത് ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എന്താ റെഡി ആവണമെന്ന് കാണിക്കാത്തത്. ഒരു ചോളി ആൻഡ് ഒരു ലെഹങ്ക കാണിച്ചു തരാം. യെസ്, അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിന്റെ തീം വന്നിട്ട് ബ്ലാക്ക് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഇട്ടേക്കുന്നത്. ഇന്ന് മധുരം കിള്ളലും ആൻഡ് ഓൾസോ സംഗീതമാണ്. അപ്പൊ അവർക്ക് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ 6:30 കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. 6:45 ഞങ്ങൾ ഇനി ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. റെഡിയായൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. വീട്ടിലാണ് പ്രോഗ്രാം എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ വാവയുടെ ഡ്രസ് എവിടെ കാണിക്കൂ, കറങ്ങൂ. അടിപൊളി. പോവാം, കല്യാണത്തിന് പോവാം. സെറ്റാണോ? എവിടെ ഏട്ടൻ റെഡിയാണോ? അമ്മേ ഞാനിപ്പോ രണ്ട് വിടാന്. അടിപൊളി അല്ലേ? പോവാം. നമ്മള് റെഡിയായി. സെറ്റല്ലേ? കുഞ്ഞു എന്തേപ്പാ? എവിടെ വാവ? എവിടെ വാ, ഓടി വാ. ഇങ്ങനെ മതിച്ച് വാഴാണ്. ഇറങ്ങാം നമുക്ക് എന്തെങ്കിലും ലേറ്റ് ആവണ്ട്. പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സുന്ദരിക്കോത എന്തേ നമ്മുടെ സുന്ദരിക്കോത? ഇതാണ് ഇവൾക്ക് ലുലു വാങ്ങിച്ച ഡ്രസ് കേട്ടാ. അങ്ങനെ നമ്മൾ റെഡിയായി. നമ്മളൊരു 7 o'clock കഴിഞ്ഞപ്പോഴത്തേക്കും എന്തിട്ടാണ് നമ്മളുടെ മധുരം വെപ്പിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 o'clock 7:30 എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡ്രസ്സിൻ്റെ തീം വന്നിട്ട് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ അവരുടെ ഫസ്റ്റ് കസിൻസും ഫ്രണ്ട്സും ഒക്കെ ക്ലോസ് റിലേറ്റീവ്സും ഒക്കെ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് മണവാണ്ണും മണവാട്ടിയും ജൂബിലിയും അഖിലുമാണ് കേട്ടോ. പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രുതിൻ്റെ സിസ്റ്റർ സ്മൃതിയാണ്. ആൻഡ് ഇത് അവർ ചെറുക്കനുണ്ടായിരുന്നു മധുരം വെപ്പിന്. അപ്പോൾ ചെറുക്കൻ അവർ ഫാമിലിയിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയാണത്. അങ്ങനെ ആരെങ്കിലൊക്കെ കെട്ടിയിട്ട് അവർ ഫാമിലിയിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ. പിന്നെ വാവ അവിടെ പോയിരുന്ന് കാണുമായിരുന്നു. അവിടെ കുഞ്ഞു പിള്ളേരൊക്കെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവളപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ കഴിഞ്ഞത്തേക്ക് അവൾ ഭയങ്കര പോസിങ് ആയേ, കറങ്ങലും പെട്ടെന്ന് അങ്ങോട്ട് പോസ് ചെയ്താൽ അവിടെ കാഴ്ച കണ്ടോ നിന്നതായിരുന്നു. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് കണ്ടിട്ട്. പിന്നെ ഡാൻസസ് സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതായത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ ക്ലോസ് ഫ്രണ്ട്സും എൻ്റെ വക നിറച്ച പരിപാടി ഉണ്ടായിരുന്നു. പാട്ടുകളുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ വക. അതായത് ജൂബിലിൻ്റെയും അഖിലിൻ്റെയും ഫ്രണ്ട്സിൻ്റെ വക ഡാൻസ് പാട്ട്. ഇത് നമ്മുടെ ശ്രുതിയുടെ മോനാണ് കേട്ടോ. അവൻ്റെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇവർ രണ്ട് സൈഡിൽ നിന്നുള്ള ഫ്രണ്ട്സിൻ്റെയും മണവാളിൻ്റെ മണവാട്ടിയുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും അമ്മമാരുടെയും ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഫുൾ ഫാമിലി ആയിട്ടുള്ള ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഞാൻ ചെറിയ പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് കൊച്ചിരി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ നിറച്ച് പരിപാടിയായിരുന്നു. ലാസ്റ്റ് വന്നിട്ട് DJ ആയിരുന്നു കേട്ടോ. DJ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടൊരു ഫംഗ്ഷനായിരുന്നു. മൊത്തത്തിൽ നല്ല DJ ഒക്കെ വേറെ ലെവലായിരുന്നു. നമ്മൾ നല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ടയേർഡായി ആകെ ഒരു വഴിയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ ശ്രുതിനൊന്ന് കിട്ടിയത്. ശ്രുതി ആകെ തിരക്കായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം വീഡിയോ എടുത്തു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ പരിപാടികളും കണ്ട് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള പരിപാടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി ഫുള്ള് ഡാൻസ് പാട്ട് DJ മൊത്തത്തിൽ ഭയങ്കര അടിപൊളി വൈബായിരുന്നല്ലോ കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അയ്യോ നല്ല ജിൽ 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 എല്ലാ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. യമ്മിയായിരുന്നു. ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ടയേർഡായി അല്ലെ ഒരു വഴിയായി ഞാൻ. DJക്ക് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വേർത്ത ഒരു വഴിയായി ഞാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര ചൂടും കൂടിയാണല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ പരിപാടിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ബിക്കോസ് ഇപ്പോൾ 11 മണി 11:15 അയക്കണത്. അപ്പോൾ 11:15 ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഊരണം, മുഖം കഴുകണം, ബ്രഷ് ചെയ്യണം, മുടിയൊക്കെ ചട കാണണം. അയ്യോ ഏറ്റവും വലിയ ടാസ്കാണത്. എന്താപ്പാ എന്താണ് ബേബി ഇപ്പുറത്താ? അപ്പൊ അങ്ങനെ ബേബിയും നന്നായിട്ട് എൻജോയ് ചെയ്തു. ബേബിക്ക് ആകെ സ്മോക്ക് വരുമ്പോ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് സ്മോക്ക് അടിക്കില്ലേ, അത് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടുള്ള എന്നോട് അധികം നേരം ഡാൻസ് കളിക്കാന്ന് വന്നില്ലായിരുന്നു. മൊത്തത്തിൽ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഇനി നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകണം. ബിക്കോസ് ഇനി നമുക്ക് നാളെ രാവിലെ 11 മണി 11:30 ആ സമയം അവർ 11:30 ആകുമ്പോഴത്തേക്ക് പോയാൽ മതി പള്ളിയിൽ മിന്നു കിട്ടും. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി വേഗം തന്നെ ബ്രഷൊക്കെ ചെയ്ത് റെഡിയായിട്ട് വിടും. എൻ്റെ മുടിയൊക്കെ ഇനി ചോറ് പോലെ ഇരിക്കുന്ന മുടിയെ നമുക്ക് ഊരി എടുക്കേണ്ടതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ലൂസ് ഹെയർ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽസും ഇഷ്ടമല്ല. പക്ഷെ അതാണ് ഭംഗി. എന്താ ആണോ? ഓക്കെ, അപ്പൊ ലൂസ് ഹെയർ ആണ് ആക്ച്വലി ഭംഗി. പ്രത്യേകിച്ച് ലോങ് ഹെയർ കൂടി ആണെങ്കിൽ, അല്ലെങ്കിൽ അതെ എന്ത് ഹെയർ ആണെങ്കിലും അഴിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ,
നമ്മള് ചട കളഞ്ഞ് മുടി നേരെ ആക്കി കെട്ടി വെച്ചിട്ടുള്ള കിടക്കണുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ഒരു വലിയൊരു ടാസ്ക് ആണെന്നുള്ളതാണ് എന്നെക്കാളും വലിയ സത്യം. അത് ഓർക്കുമ്പോഴാണ് ഇപ്പൊ എന്റെ മുടി ഇപ്പൊ മറ്റേ കുരുവിക്കൂട് മാതിരി ഇരിപ്പുണ്ടാവും അതിന്റെ. അത് കണ്ട ഒരു എല്ലാ മുടികളും കണക്റ്റഡ് ആണ്. കണ്ടിട്ട് ഇതാണ് അവസ്ഥ. ഇതിനെ അഴിച്ചു പിഴിച്ച് എടുക്കണം ഒരു വലിയ ടാസ്ക് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചീപ്പാണ്. അതെ, ഇത് കണ്ടോ ലോലിപോപ്സ് കണ്ടോ? എടേ കവറിൽ നിന്ന് ലോലിപോപ്പ് ഒക്കെ എടുത്തോണ്ടേ നോക്കേ. അവിടെ ഫംഗ്ഷന്റെ ഇടയില് അവരുടെ ലോലിപോപ്പ് ബുട്ടീക്കിനെ പറ്റി അവർ മെൻഷൻ ചെയ്തപ്പോ മുതൽ തുടങ്ങിയതാണ് ലോലിപോപ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ലോലിപോപ്സ് നമ്മുടെ വണ്ടിക്കകത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നെ കിരൺ എന്നെ കൊണ്ട് ഞാൻ കിരൺ എന്തായാലും എടുത്ത് വിട്ടില്ല. അവള് സമ്മതിക്കാനില്ല, അവൾക്ക് ലോലിപോപ്പ് വേണം, ലോലിപോപ്പ് വേണം ബഹളമായിട്ട്. പിന്നെ കിരൺ പോയി എടുത്തിട്ട് വന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ ആണ് ആള് ഹാപ്പി ആയത്. കാര്യം അവരുടെ സ്റ്റോറിനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരാളെ സമ്മതിക്കണ്ടേ. അപ്പൊ അതാണ് ഇന്നത്തെ അപ്ഡേറ്റ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഇതിനെ ഒരു കരയ്ക്ക് അടുപ്പിക്കട്ടെ, ഇതൊക്കെ അഴിച്ചു പിടിച്ചെടുക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ ലൈക്ക് എൻഡ് ചെയ്ത് നമുക്ക് നാളെ രാവിലെ കാണാം. അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞ നേരം സംസാരിച്ച സമയം പോകും. അപ്പൊ നമുക്ക് നടക്കണം. ബൈ. ബോബു ഗുഡ് നൈറ്റ് പറയാൻ വന്നിട്ടുണ്ട് അല്ലേ? ഗുഡ് നൈറ്റ്. സീ യു ടുമോറോ പറയും. ലവ് യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? ഉറങ്ങിയാ? എണീറ്റാ? ആരാടാ അത്? ഏത് പിടിച്ചാടാ അത്? ഹലോ, ഞങ്ങൾ അങ്ങനെ ഒരു 7:45 8 മണി കഴിഞ്ഞപ്പോ നമ്മള് ഇന്ന് എണീറ്റു. പപ്പ പൂമ്പാറ്റാണോ നീ? പപ്പ പൂമ്പാറ്റ ആണോടാ? അങ്ങനെ നമ്മള് രാവിലെ എണീറ്റു. നമ്മള് കല്യാണത്തിന് പോണേ. അപ്പൊ കളിപ്പാറോടാടി ഇപ്പൊ ഇങ്ങോട്ട് എണീറ്റുള്ളൂ കേട്ടോ. പൊടിച്ച് ഇപ്പൊ 9 മണിയായി. ഇപ്പം ഇങ്ങോട്ട് എണീറ്റതേ ഉള്ളൂ. ഞാനപ്പോ ഒന്ന് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എണീറ്റത്. അപ്പോഴാണ് ഇവിടെ എണീറ്റ് കിടക്കേണ്ടത്. അപ്പൊ പിന്നെ കുറച്ച് കൊഞ്ചിക്കാണ്ട് നമുക്ക് പോയി കുളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇന്നാണ് നമ്മൾ കല്യാണത്തിന്. നമ്മളിവിടെ ജൂബിലി മന്ദിരം ഓഡിറ്റോറിയം, അതിന്റെ കൂടെയുള്ള പള്ളി, അവിടെയാണ് കല്യാണം ഉള്ളത്. 11 o'clock ശേഷമാണ് കല്യാണം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 11:45 അവിടെ എത്തിയാൽ മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ തന്നെയുള്ള പാരിഷ് ഹാളിലാണ് ബാക്കി പരിപാടികൾ. അപ്പോൾ ഞങ്ങൾക്ക് പാക്കും ചെയ്യണം. എന്തായിരുന്നു വെച്ചാൽ നമുക്ക് കല്യാണത്തിൽ പോയിട്ട് വന്ന് അങ്ങനെ ഡ്രസ്സ് മാറി അപ്പം തന്നെ ഇറങ്ങാനുള്ളതാണ്. ബിക്കോസ് നമുക്ക് മധുരയ്ക്ക് വേണ്ടേ. മധുരയ്ക്ക് പോകണ്ടേടി, മധുരയ്ക്ക് പോകണ്ടേ കുഞ്ഞി. പോണ്ടേ പോണ്ടേ? വേണോ? മധുരയിൽ പോണോ? എന്തിനാ അത് മധുരയിൽ പോണേ? അമ്മേ. അപ്പൊ അങ്ങനെ നമുക്ക് അതിന്റെ പാക്കിങ്ങും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പൊ അതിന് പറ്റി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പൂരിയും ദോശയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ കുളിച്ചിട്ട് കഴിക്കണോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാനിപ്പോൾ. അറിയില്ല, ചില കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം എടുക്കണ്ടേ, അറിയില്ല. അല്ലെങ്കിൽ പിടപെടോടെ നിന്ന് കുളിക്കും. എന്തെങ്കിലും ഡിസൈഡ് ചെയ്യണം. വാവിനെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കാം. നമുക്ക് ബ്രഷ് ചെയ്യാൻ പോനോ? ബ്രഷ് ചെയ്യാൻ പോവാം. അയ്യടാ. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ, പെട്ടെന്ന് വന്നു. ഞാൻ പൂരിയാണ് വാങ്ങിച്ചേക്കണത്. വാവയ്ക്ക് എക്സ്ട്രാ ദോശ വാങ്ങിച്ചിട്ട് അപ്പോൾ അവൾക്ക് പൂരി മതി പറഞ്ഞിട്ട് അവിടെ ദോശ ഞാനെടുത്തു. ഏട്ടൻ അവിടെ ദോശയും സാമ്പാറും കഴിച്ചോണ്ടിരിക്കുകയാണ്. വാവ ഇവിടെ എന്താ ചെയ്യണേ? പാപ്പ കഴിക്കാം അല്ലേ? പൂരി കഴിക്കാൻ അവൾക്കവിടെ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് അറിയാൻ തന്നെ കഴിക്കാമെന്ന്. TV അങ്ങനെ ഇരിപ്പുണ്ട് അല്ലേ? വേഗം കഴിച്ചോ മണമണാന്നടിക്ക്. അങ്ങനെ കഴിക്കണേ, കാണിച്ചു കൊടുക്ക്. വെരി ഗുഡ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടോ മണവാട്ടിനെ ഒരുക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഒന്ന് മണവാട്ടിനെ കാണാൻ വേണ്ടി ഓടി. ഗുഡ് മോർണിംഗ്. ഞാൻ എന്റെ ഫ്രണ്ടിനെ നാത്തുനെ റെഡി ആവുന്നത് കാണാൻ വന്നത്. ഇവിടെ ആയിട്ടില്ല, സാരി മാത്രമേ. സാരി നല്ല അടിപൊളി സാരി, നല്ല മാനേജറിലാണ് തോന്നുന്നത്. ബനാറസ് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അവിടെ ഇപ്പൊ ഫോട്ടോഗ്രാഫേഴ്സ് വന്നു, അതിന്റെ തിരക്കിലാണ്. ഞാൻ പോവാണ്. ഞാനപ്പോ മണവാട്ടിനെ ഒക്കെ കാണാൻ വേണ്ടി ഇവിടെ എന്ത് പറ്റി മണവാട്ടിനെയൊക്കെ കണ്ടിട്ട് വന്നു. ഇനി ഞങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പാക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഒരുങ്ങാമെന്ന് വിചാരിച്ചോണ്ടിരിക്കാണ് അല്ലേ കുഞ്ഞു? ഓക്കെ, അപ്പൊ ഞങ്ങള് റെഡിയായി. ഞാനിപ്പോ ഈ ഡ്രസ്സ് ഏതാ അറിവിട്ടേക്കാം. നമ്മള് മറ്റേ
എഡ്ലക്സിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല, ഹണി റോസിന്റെ ഇവന്റ്, അതിന് ചെയ്ത ആ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. കോളേജ് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരുള്ളവർ ചെയ്ത് തന്നതാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. അപ്പൊ അതാണ് ഞാൻ ഇന്നിപ്പോ ഇട്ടേക്കുന്നത്. ഒരു ഗൗണാണ്. സാരിയൊക്കെ ഉടുത്ത് പോണം എന്നുണ്ടായിരുന്നു, പക്ഷെ വാവനെ വെച്ചിട്ട് വാവ മേത്തുനിന്ന് ഇറങ്ങാത്തത് കൊണ്ടേ അപ്പൊ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ കുത്തി മറിയും. നമ്മുടെ മേത്ത് കയറണോണ്ടല്ല, കുത്തി മരണോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗൗണ് സൽവാറാണ് ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തത് മിന്ത്രന്ന്. പക്ഷെ വന്നപ്പോൾ ഭയങ്കര ടൈറ്റ്. അതായത് ഞാൻ ലാർജ് സൈസ് ഓർഡർ ചെയ്തതായിരുന്നു. യൂഷ്വലി എനിക്ക് ലാർജ് അല്ലെങ്കിൽ മീഡിയം മതി. യൂഷ്വലി സൽവാറൊക്കെ ലാർജ് വേണം കേട്ടോ. അപ്പൊ ലാർജ് ഓർഡർ ചെയ്തതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര ടൈറ്റ്, ബസ് സ്റ്റേറ്റിന്റെ അവിടെ ഭയങ്കര ടൈറ്റ്. അപ്പൊ എങ്ങനെ നല്ല എക്സൽ വേണം. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്തിനുള്ളിൽ ഡെലിവേർഡ് ആയില്ല, എക്സ്ചേഞ്ച് ഡെലിവേർഡ് ആയില്ല. ഇന്നലെ ഡെലിവേർഡ് ആയത്. പിന്നെ അതുമല്ല ഞാൻ പുറത്തു വേറെ സൽവാർ വല്ലതും കിരണിന്റെ വീട്ടിലേക്ക് ഓർഡർ ചെയ്യാം, അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും അങ്ങനെ എത്തട്ടെ എന്ന് ചോദിച്ചു. അതും ഡെലിവേർഡ് ആയില്ല. അതും ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അവസാനം. പിന്നെ ഞാനപ്പോ ഒരു ബാക്കപ്പും അതിനെടുത്ത ഡ്രസ്സാണ്. ഇൻ കേസ് ആ ഡ്രസ്സ് വന്നില്ലെങ്കിൽ നമുക്ക് ഈ ഡ്രസ്സ് ഇടാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ബാക്കപ്പ് ഡ്രസ്സാണ് ഇന്ന് ഇടുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ്, പക്ഷെ കുറച്ച് ഓവറാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ വെച്ചാൽ, പക്ഷെ ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര ഡ്രസ്സാണ്. ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ്. അത്രയും ഭംഗി എനിക്ക് ഇല്ലാത്തൊരു കളറും എനിക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കളറും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിറച്ച് വർക്ക് ഒക്കെ ചെയ്ത ഒരു ഡ്രസ്സാണ്. അപ്പൊ എന്തായാലും ഇതാണ് ഞാനിന്ന് ഇട്ടിട്ട് വേണ്ടി പോകുന്നത്. ബൂബുന്റെ ഡ്രസ്സ് കാണിച്ചെടുക്കോ, ഇവിടെ കാണിച്ചേ. ബൂബുന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് പോത്തൻസ് അവന് മുന്നേ വാങ്ങിച്ചൊരു ഡ്രസ്സാണ്, നിറച്ച് വലിയ ഫ്ലവർ ഒക്കെ ഉള്ളത്. പോവാ നമുക്കപ്പോ. റെഡിയാണോ? ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുക. ക്രൗണൊക്കെ വെച്ചിട്ടുണ്ടല്ലേ നമ്മള്. ആഡിനും റെഡി ആയിട്ടുണ്ട്. ആയിട്ട് ഇറങ്ങാം. യെസ് കുട്ടികളെ, എവിടെ കുഞ്ഞു കുട്ടി എന്തേ? പോവാം നമുക്ക് കല്യാണം കൂടാൻ പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിവിടെ പള്ളിയിൽ എത്തിയിട്ട്, പക്ഷെ ഇവിടെ ഭയങ്കര ഇവിടത്തെ ഫുൾ പാർക്കിംഗ് മുഴുവൻ ഫുള്ളായിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അതാണ് വേറെ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമോ? വേറെ പുറത്തെവിടെങ്കിലും വണ്ടി ഫുൾ പാർക്കിംഗ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. എവിടെയും വണ്ടി ഒതുക്കാൻ പറ്റണ്ട, ഫുൾ നിറഞ്ഞു. ഇനി നമ്മൾ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മിന്നുകെട്ട് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു പള്ളിയിൽ കയറിയിട്ട് മിന്നുകെട്ട് കാണുന്നത്. പണ്ട് കല്യാണത്തിന് മുന്നേയും എനിക്കൂടെ ഉണ്ണിക്കുട്ടി കുഞ്ഞായിരുന്നപ്പോഴും എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ ഞാനൊരു പള്ളിയിലൊരു ഉള്ളിൽ കയറി മിന്നുകെട്ട് കണ്ടിട്ട് കുറേ കൊല്ലങ്ങളായിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ ഇരുന്ന് പണ്ട് നൊസ്റ്റാൾജി അടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് ഫുഡ് കഴിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിച്ചു. നമുക്ക് ഇനി മധുരയ്ക്ക് പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു, പെട്ടെന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ ശ്രുതി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു, ഒരുങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങുന്നത്. അവർ ബിസി ആയിരുന്നു. അവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ശ്രുതിയുടെ സിസ്റ്ററും ഹസ്ബൻഡും പിന്നെ ഇവരുടെ ഫാമിലി ഫ്രണ്ട്സും ആണ് കേട്ടോ, ലെനയും ആഷലും. അപ്പോൾ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ഹഗൊക്കെ കൊടുത്തിട്ട് നമ്മൾ പിരിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ഒരു വീഡിയോ ഇല്ലല്ലോ, അപ്പോൾ വേഗം ഒരു വീഡിയോ എടുത്തു. ഹലോ, ഞങ്ങള് കല്യാണത്തിൽ നിന്ന് ഇങ്ങനെ ധൃതി പിടിച്ചാണ്. അവിടെ മോന്റെ ചെരുപ്പൊക്കെ എടുത്ത് കവറിൽ വയ്ക്കും, എടുക്കും. ഞങ്ങൾ കല്യാണത്തിന് അവിടെ നിന്ന് ധൃതി പിടിച്ച് ഓടി വന്നിട്ടോ. ബിക്കോസ് നമുക്കൊരു 2-2.5 കിലോയിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ മധുരയിലോട്ട് എത്താൻ വേണ്ടി വൈകും. പിന്നെ കല്യാണം നല്ല അടിപൊളിയായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ജേവിയറിന്റെ അതായത് ശ്രുതിന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ പൊളിറ്റീഷ്യനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര നിറച്ച് പൊളിറ്റീഷ്യന്മാരും അങ്ങനെ നിറച്ച് ആൾക്കാരുണ്ടായതുകൊണ്ട് ഭയങ്കര ക്രൗഡായിരുന്നു കല്യാണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വേഗം പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് കേക്ക് കട്ടിങ് അങ്ങനത്തെ വൈൻ കുടിക്കൽ അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഇല്ലേ, അപ്പൊ അതിനൊക്കെ മുന്നേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് ഇറങ്ങണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ലേറ്റ് ആവും. അപ്പൊ അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് ഫുഡ് കഴിച്ചു, പെട്ടെന്ന് അവരുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് പോന്നു. ഓൾമോസ്റ്റ് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് സാധനം കൂടെ എടുക്കാണ്ടായിരുന്നു. മുഖം കഴുകണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇങ്ങനെ ഗ്ലാം ആയിട്ട് തന്നെ മധുരയ്ക്ക് പോകാൻ വേണ്ടി പറ്റുന്നു വെച്ചാൽ സമയമില്ല. എല്ലാ സാധനങ്ങളും അകത്തെടുത്ത് വെച്ചുപോയി. ഓക്കെ, ഞങ്ങൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷായി വാവ അപ്പിട്ടു. രാവിലെ വാവ അപ്പിടാത്തോണ്ട് ഒരു വറിയായിരുന്നു. ഞങ്ങൾ വണ്ടി വെച്ച് അപ്പിട്ടത് ഇരട്ടിപ്പണിയാവില്ലേ. വാവ സ്വിച്ച് കളിക്കാൻ മാറി കൊടുന്ന് മാറും.
അപ്പൊ അതുകൊണ്ട് നമുക്കതൊരു ടെൻഷനായിരുന്നു. അപ്പൊ ഭാഗ്യത്തിന് അവള് വന്ന് കയറിയതാണ് അപ്പിട്ട്, പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു, ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം സെറ്റായി, ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ പറഞ്ഞതൊരു 2:30 നമ്മളോട് ഇറങ്ങിയേ പറ്റുള്ളൂ. അതായത് നമ്മളിനി 6 മണിക്കൂറുണ്ട് മധുരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്താൻ വേണ്ടി വൈകും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ ഒന്നാമത് യൂഷ്വലി നമ്മൾ നൈറ്റ് ട്രാവൽ നമ്മൾ പ്രിഫർ ചെയ്യാത്തതാണ്. നമ്മൾ നൈറ്റ് അങ്ങനെ ട്രാവൽ ചെയ്യാറില്ല. അപ്പൊ നമ്മൾ എത്രയും ഒരു സന്ധ്യക്കുള്ളിൽ എത്തുന്നത് പോലെ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സന്ധ്യക്കുള്ളിൽ എത്തൂല, അങ്ങനെ നല്ല 8:30 ആവും എത്തുമ്പോൾ. അപ്പൊ അതിലും ഡിലേ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പീഡപ്പ് ചെയ്യണത്. വാവ നോക്കിയാ കല്യാണത്തിന് പോയോ? ഇഷ്ടായോ? ആ, കല്യാണത്തിന് പോയത് കണ്ടോ? ഇരിക്കുന്നത് കണ്ടോ? അത് അമ്മ ഫോട്ടോ കൊടുക്കട്ടോ. അവളുടെ ഇരിക്കുന്ന കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് സ്റ്റെപ്പില്. അതാണ് ഇരിക്കണോ ചോദിച്ചത്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇനിയിപ്പോ കിരൺ വാഷ്റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് മിനിറ്റത്തെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ തന്നെ ഇറങ്ങാണ്. അതായത് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ആ, റെഡിയാണോ? ഓക്കെ, ചേച്ചിന്റെ അടുത്തോ? ഓക്കെ, ചേച്ചിന്റെ അടുത്ത്. അതെ ഏട്ടാ ഇറങ്ങിയാലോ? അപ്പൊ അങ്ങനെ നമ്മുടെ കല്യാണം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. സോ ലെറ്റ്സ് ഗോ. ബുബുട്ടാ പോവാം, നമുക്ക് ചാച്ച പോവാം. എവിടെ നോക്കൂ, ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മളിപ്പോ കുറച്ചൊരു 2:40 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ, ലോലിപ്പോപ്പ് എടുത്ത് കൈ പിടിച്ചേട്ടാ. സെറ്റിലാക്കാൻ വേണ്ടിട്ട് ലോലിപ്പോപ്പ് വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ തരാം. അപ്പൊ ഏട്ടൻ നിന്ന് പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും 2 വാങ്ങിച്ചിട്ട് വന്നത്. ആ പുള്ളിക്കാരത്ത് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഹലോ എന്നാ പറഞ്ഞോ. എവിടെ എത്തിന്ന് പറയാം നമ്മള്? ടാറ്റ എത്തിയാ? ആ, അങ്ങനെ നമ്മൾ അടിച്ചോ ക്യാമറയില്? യെസ്, ടാറ്റ പോയി. ഡോർ എടുക്ക് താഴത്തുനിന്ന്. അങ്ങനെ നമ്മള് കുറെ മണിക്കൂറത്തെ ട്രാവലിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 5 ആണോ കേട്ടോ, 6 ഇപ്പൊ എത്ര മണിയായി? 8:30 കഴിഞ്ഞു. 6 മണിക്കൂർ, 8:45. 6 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മൾ മധുരയിൽ എത്തിയിരിക്കുകയാണ്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. ശരിയാക്കി തരാം. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. ഭയങ്കര കുറ്റാക്കി ചുരുട്ടായിട്ടുള്ള റോഡായിരുന്നു കേട്ടോ. പിന്നെ ഈ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കണായിരുന്നു. എന്ത് പറ്റി? അത് അമ്മ ശരിയാക്കി തരാടാ. നിക്ക്, അമ്മ സാധനം എടുക്കട്ടെ, ഒരു മിനിറ്റ്. ഈ ഡോളിനെയൊക്കെ ഇങ്ങനെ യക്ഷിയാക്കി വെച്ചേക്കാണ്, കണ്ണൊക്കെ ബാക്കിലേക്ക് ആക്കിയിട്ട്. ഇതാണ് അവസ്ഥ. ആക്കി തരാവേ. നമ്മളുടെ മധുരയിലെത്തി, നമ്മളെ റൂമിലെത്തി. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് പോകണം. ബിക്കോസ് അത് റെസ്റ്റോറന്റ് ഇല്ല. അപ്പൊ ഫുഡ് കഴിക്കാൻ പോകാം. ഹലോ, ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയേക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കുള്ള ഒരു റെസ്റ്റോറന്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. പറയട്ടെടാ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റോറന്റിൽ കയറിയിട്ടുണ്ട്. പ്യുവർ വെജിലാണ് കയറിയേക്കുന്നത്. അവിടെ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൽ, നമ്മൾ ഹോട്ടൽ ഗ്രാൻഡ് ശബരീസ് എന്നൊരു ഹോട്ടലാണ് കയറിയേക്കുന്നത്. അതിന്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ മുഖം കഴുകി. രാവിലെ നമ്മളിട്ട മേക്കപ്പ് ഒക്കെ ഇല്ലേ, കല്യാണത്തിന് പോയപ്പോ വേറെ പൊളിച്ചതൊക്കെ, മുഖമൊക്കെ ഒന്ന് കഴുകിയപ്പോൾ കുറെ ആശ്വാസം കിട്ടി. അതിനുശേഷം വാഷ്റൂമിലേക്ക് ഒന്ന് പോയതിന് ശേഷം നമ്മൾ തൊട്ടടുത്താണ്, ഒരു 2 minutes വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഹോട്ടൽ. ഡിന്നർ കഴിക്കാൻ വന്നേക്കാം. ചോറൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കിടന്ന് ഉറങ്ങണം. ബിക്കോസ് നാളെ രാവിലെ നമുക്ക് അമ്പലത്തിൽ തൊഴാൻ പോകാനുള്ളതാണ്. ഏർലി മോർണിംഗ്, മേ ബി 4:30 അമ്പലം തുറക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് എത്താനുള്ളതാണ്. തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകണമല്ലോ. അവിടെ ഇവിടെ നിന്ന് 10 മണിക്കൂറുണ്ട്. വിജൃംഭിച്ച്. അപ്പൊ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. വാവ ഇവിടെ കുത്തി പറയാം. അവള് ഇവിടെ എത്തി. വണ്ടിയിൽ ഇറങ്ങിയപ്പോ തന്നെ, വണ്ടി നിർത്തിയപ്പോ തന്നെ പാപ്പ കഴിക്കാൻ തന്നോണ്ടിരിക്കുക. പക്ഷെ 2 ആൾക്ക് ഫുഡ് കഴിക്കുന്നത്. എന്താ കഴിക്കണേ? കൊള്ളാമോ? ആണല്ലേ? എന്റെ വന്നിട്ടില്ല. ഞാൻ എന്റെ വരാൻ വെയിറ്റ് ചെയ്യും. വട ഇടയില് പറഞ്ഞതാ നമ്മള്. ആണല്ലേ? എന്റെ നെയ് റോസ്റ്റ് വന്നു. വാവയ്ക്ക് ഇവിടെ ചെയറും കിട്ടിയല്ലേ? വാവ ചെയർ കിട്ടിയല്ലേ? അപ്പൊ കഴിക്കാം, നമുക്ക് കഴിക്കാം. ഭയങ്കര ക്രിസ്പി. എണ്ണയാണോ?
ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞു. ഡിന്നർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ജിഗർദണ്ഡ കഴിച്ചില്ലെങ്കിൽ ശരിയല്ല അല്ലേട്ടാ. അപ്പോൾ ഞങ്ങളിവിടെ ജിഗർദണ്ഡ കഴിക്കാൻ വേണ്ടി പോവാണ്. മധുരൈ സ്പെഷ്യൽ അല്ലേ. ഇവിടെ നമ്മൾ വരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ജിഗർദണ്ഡയുടെ കട കണ്ടുപിടിച്ചു. ഓക്കെ, ലെറ്റ്സ് ഗോ. അയ്യടി, ഞങ്ങള് ജിഗർദണ്ഡ വന്നിട്ട് പാർസൽ വാങ്ങിയിട്ട് പോന്നു. ഏട്ടാ പാർസൽ ഓർക്കേട്ടാ, പാർസൽ വാങ്ങിയിട്ട് വന്നു അല്ലേ പൊടിച്ചി? വാ, വലിഞ്ഞു കയറ് കോറം കട. അതന്നെ കൊള്ളാമോ? ഓ പോയാ. ഇവിടെ ഏട്ടൻ കഴിക്കട്ടെ. ഓ ഇപ്പൊ എങ്ങനെ എടുക്കോ? എന്താ എങ്ങനെയുണ്ട്? അയ്യോ എവിടെ നോക്കട്ടെ. ഈ പാലട പായസത്തിന്റെ ഡിഷ് അത് നമ്മുടെ ജിഗർദണ്ഡ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പാലട പായസമാണ്. അപ്പൊ പിന്നെ അപ്പൊ ഇതല്ലേ അവിടുത്തെ ഒന്നും കൂടി വേറെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഉവ്വ ആ പാൽപ്പാട ഉണ്ടല്ലേ? പിന്നെ പാൽപ്പാട എന്താന്ന് അറിയാൻ പോലെ തള പാൽപ്പാടില്ലേ നമ്മൾ അന്വേഷിച്ചോ. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല കട്ടമ വരും. അതെ കൊള്ളാടാ. പാൽപ്പാട ഉണ്ടോടാ? ഓ ഹലോ, വെൽക്കം ടു ഡേ 5, ലാസ്റ്റ് ഡേ ഓഫ് വ്ളോഗിങ്, ട്രാവലിംഗ്, എവറിത്തിങ്. ഇന്നലെ എനിക്ക് ഗുഡ് നൈറ്റ് ഒന്നും പറയാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. നമ്മളാകെ ടയേർഡായിപ്പോയി. ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു, അത്രയും ടയേർഡായിപ്പോയി. ബിക്കോസ് ട്രാവൽ ഭയങ്കര ഒക്കെ ഒരുമാതിരത്തെ ട്രാവലായിരുന്നു. പിന്നെ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ട്രാവലിംഗ് തന്നെയായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ആകെ ഭയാണ്ടായി. ഇപ്പം ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ സൺഡേ ആണ്, 7th ആണ് ജാനുവരി. നമ്മൾ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് 7-ാം തീയതിയായി. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ രാവിലെ എണീറ്റു, 5 മണിക്ക് എണീറ്റു. കിരൺ വാഷ്റൂം പോയി, ഞാൻ കുളിച്ചു റെഡി ആവാൻ വേണ്ടി പോവാണ്. കിരൺ കുളിക്കാൻ വേണ്ടി കയറിയേക്കാണ്. വാവ എണീറ്റിട്ടില്ല കേട്ടോ, വാവ നല്ല ഉറക്കമാണ്. നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇനിയിപ്പോൾ പയ്യെ എണീപ്പിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് മോക്കെ കഴുകി ഡ്രസ്സ് മാറ്റണുള്ളൂ. ഇത്രയും രാവിലെ കുളിപ്പിക്കണമെന്നില്ല, കുഞ്ഞു വാവയല്ലേ. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ രാവിലെ എണീറ്റു, ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഈ ഒരു കുർത്തിയും ഒരു ലെഗിങ്സുമാണ് ഇട്ടേക്കണത്. ഇനി ഞാൻ പോയിട്ട് ഒന്ന് വേഗം തന്നെ സ്കിൻ കെയർ ഒന്ന് സിമ്പിൾ മേക്കപ്പ് ഒന്ന് ചെയ്തിട്ട് എന്താ പറയുക വാവനെ എണീപ്പിക്കട്ടെ കേട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ്. വാവനെ വേഗം മുഖം കഴുകി ബച്ചൊക്കെ ചെയ്തു അല്ലേ? ഞങ്ങൾ പാവട ബ്ലൗസ് ഇട്ടേക്കുന്ന കണ്ടോ? പാവട ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നമ്മള് തമ്പായാമത്ത് പോവാണല്ലേ പറയാൻ അല്ലേ ബേബി? ഒക്കെ പോയ ഹലോ, അവിടെ ബേബിന്റെ ഡ്രസ്സ് കാണിച്ചു തന്ന്. ഹായ്, കണ്ട മുല്ലപ്പൂക്കെ ഞങ്ങളൊക്കെ പഠിച്ച്. ഇവിടെ വാ, ഇങ്ങോട്ട് ഫ്രണ്ടില് വാ. ഇവിടെ നിൽക്കാം, നല്ലല്ലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. അമ്മേ ആ ഇതാരെ നോക്കിയ സുന്ദരി ജയയുടെ കല്യാണത്തിന് കാണിച്ചതാണ്. ഇപ്പൊ തന്നെ മുറിപ്പാവാടേ അവൾക്ക് അല്ലേ പഠിച്ചി? ജയമയുടെ കല്യാണത്തിന് ഇട്ടതല്ലേ ഡ്രസ്സ്? സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. ആ പൂവാണ്, പൂവച്ചേക്കണ ഹൈലൈറ്റ് മുടി പിന്നീട്ടാണ് ഞങ്ങൾ പൂവച്ചേക്കണെന്ന്. ഓക്കെ, എവിടെ പൊടിയുണ്ടേ? പോണ്ടേ? കിരൺ പോയി കുളിച്ചിട്ട് വന്നു. അപ്പൊ ഇപ്പൊ വാഷ്റൂമിൽ കയറി ഒന്നും കൂടി ഞങ്ങൾ റെഡി ആയിട്ടൊക്കെയാണ് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടോ. കണ്ടില്ലേ? കണ്ടാ ഇവിടെ മധുരയിൽ വന്നിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ. അവിടത്തെ മധുരയും മല്ലിയാണ് വെച്ചേക്കണത്. മധുരയും മല്ലി ഞാനും വാവേ കഴിഞ്ഞോ. നമുക്കപ്പോ നമ്മളിനി ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തൊഴുതിട്ട് ഓടിപ്പോണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാ. പക്ഷെ ഇതിപ്പോ ഓൾമോസ്റ്റ് 10 മണിയാവാറേ, 9:45.
അപ്പൊ ഞാൻ പറഞ്ഞ 10 മണിക്കുള്ളിൽ നമ്മൾ വണ്ടിയിൽ കയറി ഇരിക്കണം എന്നുള്ളൊരു അജണ്ടയിലാണ് നമ്മളോട് റെഡി ആയിരിക്കുന്നത്. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു, ഒന്നുമില്ല. ഇനി ഇതൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് വെച്ചാൽ മതി. അതെ, അയ്യല്ല അതൊക്കെ തീർന്നു. ഞാൻ തീർത്തതല്ല. പിന്നെ ലോലിപോപ്പ് കാറിൽ കഴിക്കാന്ന് ഒരൊറ്റ വീക്ക് ഒന്ന് കറങ്ങി. കയറിക്കോ, ഓടി കയറിക്കോ. ഹലോ കുട്ടീസ്, നമ്മളുടെ ജേർണി റിട്ടേൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. നമ്മളുടെ ദർശനത്തിനെ പറ്റി കുറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു. റൈറ്റ് അല്ലേ? അതെ, ദർശനത്തിനെ പറ്റി കുറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു. 4:30ക്കാണ് മധുര മീനാക്ഷി ക്ഷേത്രം തുറക്കുന്നത്. ഓക്കെ, 4:30ക്കാണ് നമ്മളുടെ മധുര മീനാക്ഷി കോവിൽ തുറക്കുന്നത്. ഞങ്ങള് ഇപ്പൊ ഒരു 6 മണിക്ക് അല്ലെ, 6 മണി കഴിഞ്ഞപ്പോ എത്തിയില്ല കേട്ടോ നമ്മള്. നമ്മൾ 6 മണി, നമ്മൾ 5 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി ഒരു 6 മണിയോടെ നമ്മളവിടെ എത്തി. അപ്പൊ അവിടെ 100 രൂപയുടെയും 50 രൂപയുടെയും ക്യൂ ഉണ്ട്, പെയ്ഡ് ക്യൂ. അല്ലാണ്ട് ഫ്രീ ദർശനം ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കയ്യിൽ കുട്ടിയൊക്കെ ഉള്ളതല്ലേ, നമുക്കൊരു പണി ചെയ്യാം, പെയ്ഡ് ദർശനിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പൊ പെട്ടെന്ന് തീരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോ അവിടുത്തെ പോലീസ് അണ്ണൻ കാവൽ അങ്കിൾ പറഞ്ഞു, ലൈക് പെയ്ഡ് ദർശന് ഭയങ്കര ഉന്തുതള്ളുവാണ്, നിങ്ങൾ ഫ്രീ ദർശൻ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രീ ദർശനാണ് പോയത്. എനിക്കൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ, പെയ്ഡ് ദർശനും ഫ്രീ ദർശനും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അത് പുള്ളി പറഞ്ഞത് കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കൊണ്ട് മെജോറിറ്റി ആൾക്കാരും പെയ്ഡ് ദർശന് അല്ല ഫ്രീ ദർശൻ തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. മൂവിങ് ആയിട്ടുള്ള ഒരു ക്യൂ ആയിരുന്നു. പക്ഷെ ക്യൂവിന്റെ ഇങ്ങനെ കട്ടക്കുകയായിരുന്നു. ക്യൂ കണ്ടിട്ട് ഞങ്ങള് ക്യൂവിന്റെ അറ്റം എവിടെയെങ്കിലും എത്തുമോ എന്നുള്ളൊരു നോക്കുമായിരുന്നു. ഇങ്ങനെ ഓൾറെഡി അമ്പലം തന്നെ ഭയങ്കര വലുതാണ്. അപ്പൊ ആ അമ്പലത്തിന് ചുറ്റും എങ്ങനെ ക്യൂ തുടങ്ങുകയാണ്. തുടങ്ങി ഒരു അവസാനമില്ലാത്ത ക്യൂ ആയിരുന്നു. അകത്തോട്ടൊക്കെ നമ്മൾ ചുറ്റി നമ്മൾ കയറും. പിന്നെ അവിടെ എഴുതി വെച്ചിരുന്ന കുറച്ച് കാര്യം വെച്ചാൽ വെള്ളം എല്ലായിടത്തും അവൈലബിൾ ആണ്, ഫാന് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം ടയേർഡ് ആവില്ല കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിച്ച പാലോടെ കിട്ടുന്ന എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട് പാല് കുടിക്കാനുള്ള കുഞ്ഞുങ്ങൾക്ക് വിശക്കുണ്ടെങ്കിൽ. ഇവള് കുടിക്കുന്നില്ല, ഇവള് ഉറങ്ങിപ്പോവാൻ ചെയ്തു. അപ്പൊ അത് അവൈലബിൾ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ. അപ്പൊ അങ്ങനെ അതാണ് ഇവിടെ ഒരു 2 മണിക്കൂർ നമ്മൾ എങ്ങനെ വന്നാലും എത്ര നേരത്തെ വന്നാലും ഐ തിങ്ക് മിനിമം 2 hours ക്യൂവിന് പോകും എന്നാണ് തോന്നുന്നത്. ഇനി വല്ല ഓഫ് സീസൺ ഉണ്ട് അവസ്ഥ എന്നറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ആദ്യമായിട്ടാണ് മധുരയിൽ വരുന്നത്, മധുര മീനാക്ഷി കോവിലിൽ വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ നമ്മൾ വന്നപ്പോ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും മിനിമം 2 hours എന്നല്ല കേട്ടോ കാണിച്ചത്. ഏട്ടൻ തലേദിവസം നോക്കി കഴിഞ്ഞപ്പോൾ മിനിമം 2 hours എന്നാണ് കാണിച്ചത്. അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സമയം നമുക്കൊരു 2-2.25 മണിക്കൂറോളം ക്യൂവിൽ നിന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെച്ചാൽ വാവനെ എടുത്തോണ്ട് നിന്ന് വാവ അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ദർശനം അത്യാവശ്യം നന്നായിട്ട് കിട്ടി. പിന്നെ കയറുന്ന സമയത്ത് നമുക്ക് അവിടെ ദേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തട്ട് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അത് നമുക്ക് പൂജിച്ച് നമുക്ക് തിരിച്ചു തരും കേട്ടോ. അപ്പൊ അങ്ങനത്തെ മാലയും തട്ടും കൂടിയാണ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ദർശനമാണ് കിട്ടിയത്. നല്ല തിരക്കായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടും ഒരു തിരക്കില്ലാത്ത മാതിരി നമുക്ക് തോന്നും. പക്ഷെ ഇങ്ങനെ കിടക്കാണ് ക്യൂ. അപ്പൊ അതാണ് നമ്മളുടെ അമ്പലത്തിന്റെ ഡീറ്റെയിൽസ് കേട്ടോ. പിന്നെ ഓട്ടോസ് എപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ആകെ ഒരു 1 കിലോമീറ്റർ പോലും ഉണ്ടായിരുന്നില്ല അമ്പലത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓട്ടോസ് എപ്പോഴും ഏത് സമയത്തും അവൈലബിൾ ആണ്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഷോപ്പിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം. ഞാൻ അധികം ഷോപ്പിംഗ് സാധനങ്ങളൊന്നും ഇല്ല അല്ലേട്ടാ, കുറച്ച് കടകളുണ്ട്, അത്രേ ഉള്ളൂ. നല്ലാണ്ട് നമ്മള് പഴനിയിലൊക്കെ പോകുമ്പോ നിറച്ച് കടയില്ലേ, അവിടെയൊക്കെ നല്ല നമുക്ക് വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ്. എന്നാലും കുറവാണ്. ഞാൻ കടകളുടെ എണ്ണം നോക്കിയായിരുന്നു, കുറവാ. ലൈൻ കുറവായിട്ടാണ് എനിക്ക് തോന്നിട്ട്. എനിക്കറിയില്ല, 2 ഗേറ്റ് മാത്രമേ, ഒരു ഗേറ്റിനോട് മാത്രമേ കണ്ടുള്ളൂ. അതാണ് 4 ഗേറ്റ് ഉണ്ട്. 4 പിന്നെ എല്ലാ ഡയറക്ഷനിലും ഓരോ ഗേറ്റ് ഉണ്ട്. ഓ മേ ബി. എന്നാലും നമ്മള് സൗത്ത് കൂടെയല്ലേ കയറിയേ, സൗത്തിലൊക്കെ കുറവായിരുന്നു. അതെ, പക്ഷെ പഴനിയിലൊക്കെ ഭയങ്കര കടകളാണല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇപ്പൊ മനസ്സിലായി. നമ്മുടെ ഗുരുവായൂർ ഈസ്റ്റ് ഗോപുരം വെസ്റ്റ് ഗോപുരം എന്നൊക്കെ പറഞ്ഞാൽ ഇത് മറ്റേ നോർത്ത് സൗത്തും കൂടി ഉണ്ടല്ലേ. അപ്പൊ അതാണ് സംഭവം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് ഉണ്ണിക്കുട്ടിക്ക് 2 ഗിഫ്റ്റ് സാധനം ടോയ്സ് വാങ്ങിച്ചു. പിന്നെ ഭയങ്കര ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ, ചെറിയ സാധനങ്ങളുള്ളൂ. ഇവൾക്ക് കുറച്ച് വള വാങ്ങിച്ചു. ഒരു സെറ്റ് ഒരു ഡസൻ വള വാങ്ങി. അവന് ഗണ്ണ് വാങ്ങിച്ചതാണ്. ഇവൾക്ക് ഗണ്ണ് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഗണ്ണ് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ.
പിന്നെ എന്തിട്ടാണ് അപ്പൊ അതാണ് നമ്മുടെ അമ്പലത്തിന്റെ അപ്ഡേറ്റ് കേട്ടോ. അമ്മ ഇവിടെ പയ്യെ കണ്ണൊക്കെ തിരുമ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് നേരം ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മണിയായി. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലഞ്ചിന്റെ സ്ഥലം ഇതിപ്പോ ഏതോ ടൗൺ മാതിരത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ നോക്കട്ടെ. നമ്മള് യൂഷ്വലി എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഫുഡിന്റെ സ്ഥലം തപ്പി പക്ഷെ അന്ന് ചാവാറായിട്ടാണ് എത്തുന്നത്. ഈ പ്രാവശ്യം നമ്മൾ രാജവിരുന്നിലേക്കാണ് കയറുന്നത്. ഇവിടെ റോയൽ ഫീസ്റ്റിൽ നമ്മൾ പോകാൻ വേണ്ടി പോവാം. പെട്ടെന്ന് ബോർഡ് കണ്ടതാ, അങ്ങനെ കയറാണേ. കണ്ടോ ബോർഡിനെ? എലിഫന്റിനെ കണ്ടോടാ? ഹായ്. കണ്ടപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കാൻ ഇവിടെ രാജവിരുന്ന് കഴിക്കാനല്ലേട്ടാ. ഇവിടെ ഒരു ഗ്രാമത്തിൽ പൊണ്ണിരിക്കണോ? ഗ്രാമത്തിൽ പൊണ്ണ് കേട്ടാ ഏട്ടാ, ഗ്രാമത്തിൽ പൊണ്ണ്. എന്താ നിനക്ക് ഇഷ്ടായ മുട്ട അങ്ങോട്ട് ഇവിടെ കാണിച്ചേ, ഫ്രൈ കാണിച്ചേ. ഇത് നമ്മള് കഴിക്കണം കേട്ടോ. ഇത്ര ടീമില് പാട്ട് വരും. കുടിച്ചോ. കുഞ്ഞെന്തേപ്പാ കുഞ്ഞിവിടെ കേസരി കഴിക്കാനല്ലേ? കാക്കേ കാക്കേ. കൊള്ളാമോ? ഹലോ എവ്രിബഡി. ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ലഞ്ച് കഴിച്ചതിന് ശേഷം ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നല്ല മീൽസ് ആയിരുന്നല്ലോ കേട്ടാ. നല്ല ചിക്കനും മട്ടനും നല്ല രസമൊക്കെ വേറെ ലെവൽ. പിന്നെ ഇന്നലെ വത്തൽ കുഴമ്പല്ലേ, ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം നല്ലായിരുന്നു കേട്ടോ. നല്ല ജ്യൂസ് നമ്മൾ ഓർഡർ ആകെ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഫ്രൈ ഫിഷ് ഫ്രൈ ആയിരുന്നു. ഫിഷ് ഫ്രൈക്ക് ഒരു ഉപ്പില്ല, അതാണ് പ്രശ്നം. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ, നന്നായിട്ട് മുരിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒട്ടും ഉപ്പില്ല, തുള്ളി പോലും ഇല്ല. അപ്പൊ നമുക്ക് ആ മീനിന്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല, പച്ച ടേസ്റ്റ് അത് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു നമ്മൾ ലിമിറ്റഡ് മീൽസ് ആണ് എടുത്തത്. ലിമിറ്റഡ് മീൽസിൽ 500 ആണ്, അൺലിമിറ്റഡ് മീൽസിന് 800 ആണ്. അപ്പൊ അൺലിമിറ്റഡ് മീൽസിന്റെ ആവശ്യം എന്തായാലും ലിമിറ്റഡ് മീൽസ് തന്നെ നമുക്ക് കൂടുതലാന്നുള്ളതാണ് എന്നെക്കാളും വലിയ സത്യം. എന്റെ അവിടുന്ന് ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ ഏട്ടന്റെ സബ്സ്ക്രൈബറിനെ കണ്ടു. ഞാൻ വീഡിയോ എടുക്കണുണ്ടോ പള്ളിന്ന് കിരണിനോട് ചോദിച്ചു ചാനൽ ഉണ്ടോ സർ? അപ്പൊ കിരൺ പറഞ്ഞ എന്റെ ചാനലാന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്റെ അടുത്ത കറിയും കൊണ്ടു നോക്കുമ്പോഴത്തേക്കും എന്താ അവിടെ അടുത്ത പ്രാവശ്യം കറിയും കൊണ്ടു നോക്കുമ്പോഴത്തേക്കും പറയാം സാറിന് ഞാൻ മിക്കപ്പോഴും റീൽസിലും ഷോർട്സിലും ഒക്കെ സ്ഥിരം കാണാറുണ്ട്. എന്റെ ചാനൽ ഇത്രയും വളർന്നോട്ടോ. എടാ എന്താണ് വരുന്നു. അപ്പത്തേക്കും പറയാ കിരണിന്റെ വീഡിയോ സ്ഥിരം കാണുന്ന സ്ഥിരം പ്രേക്ഷകനാണ് പുള്ളി അല്ലെ. ഞാൻ പറഞ്ഞ ചാനൽ എത്ര വളർന്നോ, ഞാൻ അറിഞ്ഞില്ല. അവിടെ ചാനലോടെ എന്നെ അങ്ങനെ തിരിഞ്ഞുപോലെ നോക്കണല്ലോ കേട്ടോ. കാണിച്ചത് എന്നെ തിരിഞ്ഞേ നോക്കണ ചാനലിനകത്ത് കിരണിന്റെ വലിയ ഫാനാണ് ആ പുള്ളി, പാവൻ ചേട്ടൻ. അപ്പൊ അങ്ങനെ ഇങ്ങനെ അപ്പൊ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് 3.5 മണിക്കൂറാണ് കാണിക്കുന്നത്. 2.5 മണിയായി. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പോയി 5:45 കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ടോ. അതോടെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. ബൈ ബൈ. ലവ് യു പറ.